നിങ്ങൾ ഇല്ലൂരിയ എന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ മറ്റൊരു പേര് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ പേര് അൽബേനിയ എന്നാണ്. അൽബേനിയ എന്ന ഒരു യൂറോപ്യൻ രാജ്യം. ഈ പേര് മനസ്സിലാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ലോകരാജ്യങ്ങളുടെ പട്ടിക അക്ഷരമാല ക്രമത്തിൽ എഴുതുമ്പോൾ അഫ്ഗാനിസ്ഥാൻ കഴിഞ്ഞാൽ രണ്ടാമത് വരുന്ന രാജ്യമാണ് ഈ അൽബേനിയ. ആധുനിക കാലത്ത് സൗത്ത് ഈസ്റ്റ് യൂറോപ്പിൽ അഡ്രിയാറ്റിക് കടലിൻ്റെ കിഴക്കൻ തീരത്തുള്ള ബാൽക്കൻ പെനിസുലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. ഇന്നത്തെ ക്രൊയേഷ്യ, ബോസ്നിയ, ഹെർസഗോവിന, സെർബിയ, മോണ്ടിനെഗ്രോ എന്നിവയെല്ലാം ഉൾപ്പെടുന്ന മേഖലയിലെ ഒരു ചെറിയ രാജ്യം അൽബേനിയ. പണ്ട് ഈ പ്രദേശങ്ങളെല്ലാം റോമൻ പ്രവിശ്യയായ ഇല്ലിറിക്കം അല്ലെങ്കിൽ ഇല്ലൂരിയ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ ആദ്യത്തെ ഭരണഘടനാപരമായ നാസ്തിക രാഷ്ട്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട മതമില്ലാത്ത രാജ്യമായിരുന്നു അൽബേനിയ. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം മറക്കാനാവാത്തൊരു ബന്ധം ഈ രാജ്യവുമായി നമുക്കുണ്ട്. മറ്റൊന്നുമല്ല, അഗതികളുടെ അമ്മ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സ്ഥാപക മദർ തെരേസയുടെ ജന്മനാടായിരുന്നു അൽബേനിയ. ഇനി പുരാതന കാലത്തേക്ക് പോയാൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസിലൂടെ ആരംഭിച്ച് നൂറ്റാണ്ടുകളിലൂടെ ഓട്ടോമൻ തുർക്കികളുടെ മുസ്ലിം അധിനിവേശവും പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരതയും കശക്കിയെറിഞ്ഞ അൽബേനിയയിലെ ക്രിസ്ത്യാനികളുടെ കഥയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അൽബേനിയയിലെ ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത് ബൈബിളിൻ്റെ ചരിത്രത്തോളം തന്നെ അതിന് ചരിത്രമുണ്ട്. നിലവിലെ അൽബേനിയൻ ഭൂപ്രദേശം ഉൾപ്പെട്ടിരുന്ന പുരാതന റോമൻ പ്രവിശ്യയായ ഇല്ലൂരിയ ദേശത്ത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ക്രിസ്തു വിശ്വാസം ആദ്യമായി എത്തുന്നത്. റോമർക്കുള്ള ലേഖനത്തിൽ താൻ ഇല്ലൂരിയ ദേശം വരെ ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർണ്ണമായി പ്രസംഗിച്ചുവെന്ന് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്തീയ സഭയുടെ ആരംഭകാലം മുതലുള്ള ചരിത്രത്തിൽ ഇല്ലൂരിയ ദേശത്തിന് നിർണായകമായ സ്ഥാനമുണ്ടായിരുന്നു. കാലം കുറേ മുന്നോട്ട് പോയപ്പോൾ ക്രിസ്തുമതത്തിൻ്റെ വളർച്ചാ ചരിത്രത്തിൽ അൽബേനിയൻ ഭൂമി ഒരു പ്രധാന സഭാപരമായ ഭിന്നതയുടെ വേദിയായി മാറി. AD 395 റോമൻ സാമ്രാജ്യം കിഴക്കും പടിഞ്ഞാറുമായി വിഭജിക്കപ്പെട്ടു. നിലവിലെ അൽബേനിയൻ പ്രദേശങ്ങൾ ഭരണപരമായി കിഴക്കൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലായി. എന്നിരുന്നാലും സഭാപരമായി ഈ പ്രദേശം റോമിൻ്റെ തന്നെ കീഴിലായിരുന്നു, അല്ലെങ്കിൽ റോമിനെ ആയിരുന്നു അവർ ആശ്രയിച്ചിരുന്നത്. എന്നാൽ AD 732 ബൈസൻ്റൈൻ ചക്രവർത്തി ഈ പ്രദേശത്തെ കോൺസ്റ്റാന്റിനോപ്പിൾ പാത്രിയാർക്കീസിൻ്റെ അധികാര പരിധിയിലാക്കി. ഈ സഭാപരമായ അട്ടിമറി നൂറ്റാണ്ടുകളോളം റോമിനും കോൺസ്റ്റാന്റിനോപ്പിളിനും ഇടയിലുള്ള തർക്കങ്ങൾക്ക് അൽബേനിയൻ ഭൂമിയെ ഒരു വേദിയാക്കി മാറ്റി. ഇതിൻ്റെ ഫലമായി വടക്കൻ പർവ്വത പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ഭൂരിഭാഗം അൽബേനിയക്കാരും റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനത്തിലും, അതേസമയം തെക്ക് ഭാഗത്തും മധ്യഭാഗത്തുമുള്ളവർ ഓർത്തഡോക്സ് സഭയുടെ ഭാഗമായും നിലകൊണ്ടു. അങ്ങനെ സഭാ തർക്കങ്ങളുമൊക്കെയായി മുന്നോട്ട് പോകുന്ന ഈ അൽബേനിയൻ ക്രിസ്ത്യാനികൾക്കിടയിലേക്ക് കയറി വരുന്ന ഒരു പുതിയ ശത്രുവിനെ കണ്ട് അവർ പിന്നീട് പകച്ചുപോയി. മധ്യകാലഘട്ടത്തിൽ ഈ പ്രദേശങ്ങൾ ഓട്ടോമൻ തുർക്കികളുടെ കീഴിലായതോടെ ക്രിസ്തീയ സഭയ്ക്കും സമൂഹത്തിനും ഗുരുതരമായ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. ക്രിസ്തുവിശ്വാസികളെ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഓട്ടോമൻ ഭരണാധികാരികൾ നിർബന്ധിതമായ മാർഗങ്ങൾ ഉപയോഗിച്ചു. ഭീഷണി, അക്രമം, ഉയർന്ന തോതിലുള്ള നികുതി ചുമത്തൽ എന്നിവയായിരുന്നു അവർ അവലംബിച്ച മാർഗങ്ങൾ. അങ്ങനെ അൽബേനിയ ഏറെക്കുറെ ഒരു മുസ്ലിം രാജ്യമായി മാറി. തെക്ക് പടിഞ്ഞാറൻ അൽബേനിയയിൽ കത്തോലിക്ക സഭയ്ക്ക് റോമുമായും വെനീസ് റിപ്പബ്ലിക്കുമായും ഉണ്ടായിരുന്ന ബന്ധങ്ങൾ മൂലം ആ ഭാഗത്തുണ്ടായിരുന്ന വിശ്വാസികൾക്ക് മുസ്ലിങ്ങളുടെ അധിനിവേശത്തോട് എതിർത്ത് നിന്ന് ക്രൈസ്തവ വിശ്വാസം ഏറെക്കുറെ നിലനിർത്തുവാൻ സാധിച്ചു. എന്നാൽ തെക്കും മധ്യഭാഗത്തുമുള്ള ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് മുസ്ലിങ്ങളുടെ ഈ അതിശക്തമായ മുന്നേറ്റത്തെ എതിർത്ത് നിൽക്കുന്നതിന് കാര്യമായി സാധിച്ചില്ല. എന്നാൽ അവർ കുറെ കൂടെ ബുദ്ധിപരമായ മറ്റൊരു രീതിയിൽ അതിനെ നേരിട്ടു. ഒട്ടോമൻ ഭരണകൂടത്തിൻ്റെ ഉയർന്ന നികുതികളും പീഡനങ്ങളും കാരണം ക്രൈസ്തവർ ക്രിപ്റ്റോ ഓർത്തഡോക്സി എന്ന രഹസ്യമായ ആചരണ രീതി അവലംബിച്ചു. അതായത്
ഇവർ പൊതുസമൂഹത്തിൽ വരുമ്പോൾ മുസ്ലിങ്ങളായി ജീവിക്കുകയും രഹസ്യമായി അവരുടെ ക്രിസ്തീയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനയും നിലനിർത്തുകയും ചെയ്തു പോന്നു. ഇത് മതപരമായ അതിജീവനത്തിന് അൽബേനിയയിലെ ഓർത്തഡോക്സ് സമൂഹം അവലംബിച്ച ഒരു മാർഗമായിരുന്നു. ഓട്ടോമൻ ഭരണകാലത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം 1912 അൽബേനിയ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. രാജ്യത്തെ ദേശീയ സ്വത്വബോധം ശക്തിപ്പെട്ടതോടുകൂടെ ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വന്തമായി നിലനിൽപ്പ് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായി വന്നു. അതിൻ്റെ ഫലമായി അൽബേനിയൻ ഓർത്തഡോക്സ് ചർച്ച് AOC 1922 ഒരു കോൺഗ്രസ് വിളിച്ചുകൂട്ടി സ്വയംഭരണം പ്രഖ്യാപിച്ചു. 1937 കോൺസ്റ്റാന്റിനോപ്പിളിലെ എക്യൂമെനിക്കൽ പാത്രിയാർക്കീസ് ഇതിന് അംഗീകാരവും നൽകി. എന്നാൽ കാര്യങ്ങൾ പിന്നെയും മാറിമറിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം എൻവർ ഹോജയുടെ നേതൃത്വത്തിലുള്ള സ്റ്റാലിനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം 1944 അധികാരത്തിൽ വന്നു. ക്രിസ്തുമതത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിടേണ്ടി വന്നൊരു കാലഘട്ടമാണ് പിന്നീടുണ്ടായത്. ഭരണകൂടം ഉടൻ തന്നെ മതസ്ഥാപനങ്ങളെ ലക്ഷ്യമിടുകയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടെ അതിൻ്റെ രണ്ടും മതങ്ങളിലെയും പുരോഹിതന്മാരെ പരസ്യമായി വിചാരണ ചെയ്യുകയും പീഡിപ്പിക്കുകയും വധിക്കുകയും ചെയ്തു. 1946 മതപരമായ സ്വത്തുക്കളെല്ലാം ദേശവൽക്കരിക്കപ്പെട്ടു. 1967 ഭരണകൂടം മതവിരുദ്ധ പ്രചാരണത്തിന് തുടക്കമിടുകയും രാജ്യത്തെ എല്ലാ മതപരമായ ആചാരങ്ങളും നിരോധിക്കുകയും ചെയ്തു. 1976 ഭരണഘടനയിൽ അൽബേനിയ ലോകത്തിലെ ആദ്യത്തെ ഭരണഘടനാപരമായ നാസ്തിക രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 37 അനുസരിച്ച് ഈ സ്റ്റേറ്റിൽ ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല എന്ന് അവർ പ്രഖ്യാപിച്ചു. ഈ കാലയളവിൽ 2000-ലധികം മതസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്തു. പള്ളികളും മഠങ്ങളും വെയർഹൗസുകളോ കായിക പരിശീലന കേന്ദ്രങ്ങളോ ഒക്കെ ആയി രൂപാന്തരപ്പെടുത്തി. ക്രിസ്ത്യൻ നേതാക്കൾ കഠിനമായ പീഡനങ്ങൾക്കിടയായി. എൻവർ ഹോജയുടെ ഭരണകാലത്ത് വധിക്കപ്പെട്ട 38 കത്തോലിക്ക വിശ്വാസികളെ പിന്നീട് കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അൽബേനിയയിലെ തീരെ ചെറിയൊരു സമൂഹമാണ് ഇവാഞ്ചലിക്കൽ സമൂഹം. ഈ കാലഘട്ടത്തിൽ ഈ സമൂഹം പൂർണ്ണമായി തന്നെ ഇല്ലാതെയായി എന്നുള്ളതാണ് സത്യം. 1991 കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുമ്പോഴേക്ക് രാജ്യത്ത് 20-ൽ താഴെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റ് നാസ്തികത മതപരമായ കെട്ടിടങ്ങൾ നശിപ്പിക്കുന്നതിലും പുരോഹിതരെ വധിക്കുന്നതിലും മാത്രം ഒതുങ്ങി നിന്നില്ല. അത് അൽബേനിയൻ ദേശീയ സ്വത്വത്തിൽ നിന്ന് മതത്തെ വേർതിരിക്കാനും മതപരമായ ചിഹ്നങ്ങൾക്ക് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിച്ഛായകൾ സ്ഥാപിക്കാനും ലക്ഷ്യമിട്ടുള്ള ഒരു സാംസ്കാരിക അടിച്ചമർത്തൽ കൂടിയായിരുന്നു. ഇതിൻ്റെ ഫലമായി കമ്മ്യൂണിസ്റ്റ് ഭരണാനന്തര അൽബേനിയയിൽ ഭൂരിപക്ഷം ജനങ്ങൾക്കും മതം എന്നത് സജീവമായ വിശ്വാസത്തേക്കാൾ ചരിത്രപരമായ ഒരു പാരമ്പര്യം മാത്രമായി മാറിയെന്നുള്ളതാണ് ഏറ്റവും വലിയ അപകടം. 1991 കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തകർന്നതോടെ അൽബേനിയയിൽ മതസ്വാതന്ത്ര്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇതെല്ലാം മതവിഭാഗങ്ങൾക്കും ഒരു മടങ്ങിവരവിന് അവസരം നൽകി. എന്നാൽ 30 വർഷത്തിലേറെയായി മതസ്ഥാപനങ്ങളോ യോഗ്യരായ പുരോഹിതന്മാരോ വിശ്വാസപരമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ആരാധനകളോ ഒന്നുമില്ലാതിരുന്നതിനാൽ വിശ്വാസികൾക്ക് സഭയുമായി ഉണ്ടായിരുന്ന ആ ബന്ധം നഷ്ടപ്പെട്ട് മൃതാവസ്ഥയിലായിപ്പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ ഏറെക്കുറെ ഉന്മൂലനം ചെയ്യപ്പെട്ട ഓർത്തഡോക്സ് സഭ ഇപ്പോൾ 250-ലധികം പള്ളികൾ പുനഃസ്ഥാപിക്കുകയും പുതുക്കി പണിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം 450-ലധികം മതപരവും സാമൂഹികവുമായ കെട്ടിടങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കത്തോലിക്ക സഭ വടക്കു പടിഞ്ഞാറൻ അൽബേനിയയിൽ ചരിത്രപരമായ ശക്തിയായി നിലകൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കത്തോലിക്ക സഭയ്ക്ക് നിലവിൽ രാജ്യത്ത് 5 രൂപതകളും ഒരു അപ്പസ്തോലിക അഡ്മിനിസ്ട്രേഷനും ഉണ്ട്. കത്തോലിക്ക സെമിനാരികൾ പുനഃസ്ഥാപിക്കുകയും കാരിത്താസ് അൽബേനിയ പോലുള്ള സാമൂഹിക വിഭാഗങ്ങൾ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്തു വരുന്നു. ഇനി നമുക്ക് അൽബേനിയയിലെ ജനങ്ങളിൽ ക്രൈസ്തവരുടെ അംഗസംഖ്യയെക്കുറിച്ചൊന്ന് നോക്കാം. അൽബേനിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് 2023 നടത്തിയ സെൻസസ് പ്രകാരം അൽബേനിയയിലെ ക്രിസ്ത്യൻ ജനസംഖ്യ മൊത്തം ജനസംഖ്യയുടെ 16% മാത്രമാണ്. അതിൽ റോമൻ കത്തോലിക്ക സഭ 8.38%, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ 7.22%, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ വെറും 0.40 മാത്രമാണ്.
രാജ്യത്തെ ഇന്നും ഏറ്റവും വലിയ മതവിഭാഗം 46% വരുന്ന മുസ്ലിങ്ങളാണ്. 17% ജനങ്ങൾക്ക് മതവുമായി യാതൊരു ബന്ധമില്ലാത്തവരോ അവർ നാസ്തികരോ ആയി തുടരുകയാണ് ഇപ്പോഴും. 15% ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് അവർ വെളിപ്പെടുത്തുന്നു. എന്നാൽ ഏത് തരത്തിലാണ് അവരെ അറിയപ്പെടേണ്ടതെന്ന് അവർ പറയുന്നുമില്ല. എന്നാൽ ഈ സെൻസസ് ഒന്നും കൃത്യമല്ലെന്നാണ് ക്രൈസ്തവ സഭകളുടെ അഭിപ്രായം. 2 സഭകളും, അതായത് ഓർത്തഡോക്സ് സഭ പറയുന്നത് തങ്ങളുടെ മാമോദീസ രജിസ്റ്ററുകൾ അനുസരിച്ച് ഇപ്പോൾ ഈ എടുത്തിരിക്കുന്ന സെൻസസിനേക്കാൾ ഇരട്ടിയിലധികം അംഗങ്ങൾ തങ്ങൾക്കുണ്ടെന്നാണ്. 1927 കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ പറയുന്നു ഓർത്തഡോക്സ് വിശ്വാസികൾ ജനസംഖ്യയുടെ 22.3% ഉണ്ടായിരുന്നുവെന്നാണ്. അതായത് ഇപ്പോഴുള്ള മുഴുവൻ ജനസംഖ്യയിലെ ക്രൈസ്തവരെക്കാൾ കൂടുതൽ അന്ന് ഓർത്തഡോക്സ് വിശ്വാസികൾ ഉണ്ടായിരുന്നുവെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കത്തോലിക്ക സഭ ഈ സെൻസസിനെ അംഗീകരിക്കാത്തത് അവരുടെ അംഗങ്ങളിൽ 30% പേര് ഈ കണക്കിൽ ഇല്ല എന്നാണ് അവർ പറയുന്നത്. കത്തോലിക്ക സഭ ഇപ്പോൾ സ്വന്തമായിട്ടൊരു സെൻസസ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു കുറവ് ഈ അംഗസംഖ്യയിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജനങ്ങൾ ഈ രാജ്യം ഉപേക്ഷിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടെ നിൽക്കുന്നുണ്ട്. 4 ലക്ഷത്തിലധികം ആളുകൾ ഈ സമീപ വർഷങ്ങളിൽ രാജ്യം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ഇനി അവിടെയുള്ള ഇവാഞ്ചലിക്കൽ സമൂഹത്തെക്കുറിച്ചുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വെറും 20 പേർ മാത്രമാണ് 1991 കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിക്കുമ്പോൾ ഇവാഞ്ചലിക്കൽ സമൂഹത്തിലുള്ളവരായിട്ട് അൽബേനിയ എന്ന രാജ്യത്തുണ്ടായിരുന്നത്. അൽബേനിയയിലെ ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റൻറ്റിസത്തിൻ്റെ വളർച്ച പോസ്റ്റ് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കഥകളിലൊന്നാണ്. 1890കളിൽ മാസിഡോണിയയിൽ ഇത് ആരംഭിച്ചെങ്കിലും കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ അവസാനം രാജ്യത്ത് 20-ൽ താഴെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനികൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. എന്നാൽ 1991 ശേഷം അന്താരാഷ്ട്ര മിഷൻ ഏജൻസികളുടെ സഹായത്തോടെ ഇവാഞ്ചലിക്കൽ കമ്മ്യൂണിറ്റി വളരെ വേഗം വളർന്നു വരികയാണ്. നിലവിൽ ഏകദേശം 16,000 അംഗങ്ങളും 200ഓളം ലോക്കൽ സഭകളുമുള്ള ഒരു സമൂഹമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും അപ്പോസ്തലനായ പൗലൂസിലൂടെ സുവിശേഷം വ്യാപിച്ച ഇല്ലൂരിയ ദേശം, ഇപ്പോഴത്തെ അൽബേനിയ, സുവിശേഷത്തിൻ്റെ വളർച്ചയിൽ ഒരു പുതിയ അധ്യായം രചിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് ഇല്ലൂരിയ ദേശത്തെക്കുറിച്ച്, അൽബേനിയയെക്കുറിച്ച് ആത്മഭാരമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കിതൊരു മുഖാന്തരമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.